ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാനാണ് കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റു, നമ്മൾ വേഗം പള്ളിയിൽ പോയി. നല്ല മഴയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിയുടെ അടുത്ത് പോകാതെ എനിക്ക് വരാൻ പറ്റുമോ? ഇത്രയും ദിവസമായെന്ന് പറഞ്ഞാലും അമ്മച്ചിയുടെ കാര്യം നമുക്ക് പയ്യെ പയ്യെ മറക്കാൻ പറ്റുള്ളൂ. അമ്മച്ചി പോയത്. സോ അമ്മച്ചിയുടെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെയൊക്കെ കുറച്ച് നേരം ഒന്ന് നിന്നു. അപ്പച്ചനോടും അമ്മച്ചിയോടും പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പയ്യെ കല്ലറയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകും. അപ്പോൾ പപ്പ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേഗം അങ്ങോട്ടേക്ക് പോയിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ. പോപ്പിക്കുട്ടനാണെങ്കിൽ ഞങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ പള്ളി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ഥിരം കുറേ ആൻറ്റിമാരൊക്കെ കാണുമായിരിക്കും. അവർ മിക്കവാറും കാറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടാവും. ഓടിപ്പോട്ടെ, വീടെത്തി. എന്തൊരു മഴയാണ് നോക്കിക്കേ, ഭയങ്കര മഴയാട്ടോ. ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി? നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. ഞാനിപ്പോൾ മീൻ വറുക്കാനായിട്ട് പോവാണ്. സൺഡേ ആയതുകൊണ്ട് ഒരു ലേസി ഡേ ആണ്. എനിക്ക് കുറച്ച് വർക്ക്സ് പെൻഡിങ് ഉണ്ട്, എനിക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ചധികം വർക്ക്സ് ഉണ്ട്. സോ നമുക്കത് ചെയ്തിട്ട് കഴിച്ചിട്ട് കാണാം. നമ്മൾ ഉച്ചക്കത്തേക്ക് മീൻ വറുക്കാനായിട്ട് വെച്ചു. നമുക്ക് വേറെ കറികളുണ്ട്, ഞാൻ തുറന്നിട്ട് കാണിക്കാം. തുറക്കാൻ ഇച്ചിരി പാടാ. സോ നമുക്ക് ആദ്യം തന്നെ മീൻ വറുക്കാം. സോ ഞാൻ പറയട്ടെ, നമ്മളിപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇതാണ് കേട്ടോ നമ്മുടെ ഫുഡ്. നല്ല മീൻ വറുത്തതോ അവിയലോ അച്ചാറോ ഒക്കെ കൂട്ടി നല്ലൊരു അടിപൊളി ഫുഡ് കഴിച്ചിട്ടാ. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് മധുരം കഴിക്കാം. സോ നമ്മളിപ്പോൾ ഒന്ന് പുറത്തേക്ക് പോവാം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. എൻ്റെ കണ്ണുണ്ടോ? കുറച്ച് ദിവസമായി ഉറങ്ങിയിട്ട്, അതുകൊണ്ടാണ് എൻ്റെ കണ്ണിങ്ങനെ ഇരിക്കുന്നത്. സോ നമുക്ക് പോയിട്ട് വരാം. ഇത് ഞങ്ങളുടെ കസിൻ്റെ ഒരു വീട്ടിലേക്ക് പോകാം കേട്ടോ. അവർ കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു കുഞ്ഞു വാവയ്ക്ക് ഉണ്ടായിരുന്നു. വാവനെ കണ്ണനോടി പിടിച്ച് പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വന്നു കേട്ടോ. ഇത് നമ്മൾ കുറച്ച് എണ്ണ പുരട്ടാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ ലൈവായിട്ടുള്ള വോയിസ് ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നോയ്സ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. കുറേ നാളെ എണ്ണയൊക്കെ പിടിച്ചൊന്ന് സുഖമായിട്ട് കുളിച്ചിട്ട്, അപ്പോൾ എണ്ണയൊക്കെ പുരട്ടി കുളിക്കാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. എന്നിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് വളരെ കുറച്ച് സമയത്തേ ഉള്ളൂ എൻ്റെ വീട്ടുകാർക്ക്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് പുറത്തായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയിൽ എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷെ നല്ല സുഖമായിട്ടോ ഈ എണ്ണ പുരട്ടിയിരിക്കുമ്പോഴത്തേക്ക്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മുടിയിലിങ്ങനെ പുരട്ടി വെക്കും. എന്നിട്ടൊരു 2-3 hours ആകുമ്പോഴത്തേക്കാണ് ഞാൻ കുളിക്കുന്നത്. അതായിരിക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരു കുറച്ച് സമയം നമ്മൾ മുടിയിൽ എണ്ണ പുരട്ടി വെക്കുകയാണെങ്കിലുണ്ടല്ലോ, മുടിയിൽ അതൊന്ന് പിടിച്ച് സെറ്റാവും. ഇത് ഏകദേശം തീരാറായി. അതാണ് ഞാൻ കഷ്ടപ്പെട്ടിങ്ങനെ ഒഴിക്കുകയാണ് പാരച്യൂട്ടിൻ്റെ ഹെയർ ഓയിൽ. അപ്പോൾ അമ്മ അതിന് പുറയിൽ വന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. ഞാനതിന് മറുപടി പറയുന്നു. അറിഞ്ഞുകൂടാ എന്താണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആലോചിക്കുന്നത്, എന്തായിരുന്നു അമ്മ എന്നോട് സംസാരിക്കുന്നത്. രസമല്ലേ? ഇങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാ അമ്മമാരും. ഓക്കെ, അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ചിയാ സീഡ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രാവിലെയും വൈകിട്ടും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്, വണ്ണം കുറയാനും ഒക്കെ സഹായിക്കും എന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ. പിന്നെ ഇവിടെ നമ്മുടെ പോപ്പിക്കുട്ടനെ കിച്ചൻ്റെ വിൻഡോയിൽ കൂടെ കാണാം കേട്ടോ. അവൻ എപ്പോഴും ഇങ്ങോട്ട് നോക്കിയിരിക്കുക, അതാട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.